അപ്പോ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറന്നേക്കരുതേ. എടി ചിന്നു, എങ്ങനെയെങ്കിലും നിന്റെ ഏട്ടനെ വളക്കാൻ ഒരു വഴി പറഞ്ഞതാടി. എന്തോരായി ഞാൻ ആ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ നടക്കുന്നു. എന്റെ പൊന്നനു, സംഭവം അങ്ങേര് എന്റെ അമ്മാവന്റെ മോൻ തന്നെയാണ്. കാണാനും സുന്ദരൻ തന്നെ. അന്നാട്ടിലെ സകല പെണ്ണുങ്ങളും അങ്ങേരുടെ പിന്നാലെ തന്നെ. എന്നിട്ടും മുറപ്പെണ്ണാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേരുടെ അടുത്തേക്ക് പോലും പോവാത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താന്നറിയാവോ നിനക്ക്? അങ്ങേർക്ക് ഒരു മുന്നും പിന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ്. വെട്ടൊന്ന് തുണ്ട രണ്ട് എന്നൊരു വൃത്തികെട്ട സ്വഭാവം. ഈ കോളേജിൽ തന്നെ എന്തോരം നല്ല ചെറുക്കന്മാര് നിന്റെ പിന്നാലെ നടക്കുന്നതാ. എന്നിട്ട് അവരെ ഒന്നും നിനക്ക് കണ്ണിൽ പിടിച്ചില്ലേ? ചിന്നു അനുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഈ പ്രേമം എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരോടും തോന്നുന്ന ഒന്നൊന്നല്ല. എനിക്കിപ്പോ അത് നിന്റെ ആ മുരടൻ ഏട്ടനോടാ തോന്നിയേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാറ്റാൻ പറ്റണ്ടേ? അനു തിരിച്ചു ചോദിച്ചു. നിനക്ക് നല്ല അസ്സല് വട്ട് തന്നെ അനു. നീ കരുതും പോലെയൊന്നുമല്ല. അങ്ങേര് ശരിക്കൊരു വിശ്വാമിത്രൻ തന്നെയാണ്. ആകെ നേരെ ചൊവ്വെ കാശിയേട്ട ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മായിയുടെ മുഖത്തോ മറ്റോ മാത്രാണ്. അങ്ങനെയുള്ള കാശിയേട്ടന്റെ തപസ് നീ എങ്ങനെ ഇളക്കുമെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ ഇത്തിരി വിയർക്കും കേട്ടോ അനു. ഓ, അങ്ങേരുടെ തപസ്സിളക്കാൻ എത്ര വേണമെങ്കിലും വിയർക്കാൻ ഞാൻ തയ്യാറാണ്, അനു ചിരിയോടെ പറഞ്ഞു. അന്നേരം മുഴുവൻ അനുവിന്റെ ഉള്ളിൽ അപ്പാടെ കാശിയെ ആദ്യമായി കണ്ട ദിവസമായിരുന്നു. ചിന്നു അനുവും കോളേജിൽ ചേർന്ന കാലം തൊട്ടേ ഉറ്റ സുഹൃത്തുക്കളാണ്. ചിന്നു അനുവും ഒന്നാം വർഷം ചേർന്ന സമയമായിരുന്നു അത്. റാഗിങ് എല്ലാം മുറക്ക് നടക്കുന്ന സമയം. അല്ലെങ്കിലും കാണാൻ കൊള്ളാവുന്ന കൊച്ചുങ്ങളെ കണ്ട സീനിയേഴ്സ് ചേട്ടന്മാർക്ക് ഇത്തിരി ഇളക്കം കൂടുതലാണല്ലോ. ആ കാണാൻ കൊള്ളാവുന്ന ഗണത്തിൽ പെട്ടത് കൊണ്ടാവും അനുവും ചിന്നുവും അവരുടെ നോട്ടപ്പുള്ളികളായിരുന്നത്. ഈ സീനിയേഴ്സിന്റെ കൂട്ടത്തിൽ ഒരുത്തനുണ്ടായിരുന്നു, യാദവ്, ഒരു കോഴി. ചിന്നുവിനോടുള്ള അവന്റെ കോഴി ശല്യം കൂടിയപ്പോൾ ചിന്നു നേരെ പോയി പ്രിൻസിപ്പലിന് യാദവിന് നേരെ ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുത്തു. നല്ലൊരു വാണിംഗ് കിട്ടിയപ്പോ ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അവനൊന്ന് ഒതുങ്ങി. പക്ഷെ അതിനുശേഷം യാദവ് ചിന്നുവിനോട് പെരുമാറിയിരുന്നത് ഒരുമാതിരി വ്യക്തിവൈരാഗ്യമുള്ള പോലെയാണ്. ഒരിക്കൽ അനു ഇല്ലാതെ ചിന്നുവിനെ തനിച്ചു കിട്ടിയപ്പോ അവൻ ചിന്നുവിന്റെ കയ്യിൽ കയറി പിടിച്ചു. മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധനം ചെയ്തു. ചിന്നു അന്ന് കരഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. പക്ഷെ പിറ്റേ ദിവസം കോളേജിലേക്ക് ചിന്നു വന്നത് തനിച്ചല്ലായിരുന്നു. കൂടെ കാശിയേട്ടനുണ്ടായിരുന്നു. അടി എന്നൊക്കെ പറഞ്ഞ തീ പാറുന്ന അടി. ഷോ, ഇപ്പോഴും ആലോചിക്കുമ്പോ കുളിരു കോരുകയാണ് അനുവിന്. ദളപതി പടത്തിൽ മാത്രം കണ്ടിട്ടുള്ള ടൈപ്പ് ഫൈറ്റിനാണ് അന്ന് കോളേജ് സാക്ഷ്യം വഹിച്ചത്. യാദവും ഫ്രണ്ട്സും എല്ലാം പറക്കുകയല്ലായിരുന്നോ? അന്ന് കാശിയേട്ടനെ ആദ്യമായി കണ്ട ദിവസം ഇപ്പോഴും അനുവിന്റെ ഉള്ളിലുണ്ട്. അന്ന് ചിന്നു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയ വിവരം അറിഞ്ഞ് പിറ്റേന്ന് അനു കോളേജ് ഗേറ്റിലെത്തിയത് ആകെ ഭയന്നാണ്. യാദവും അവന്റെ ഗ്യാങ്ങും ഗേറ്റിനടുത്ത് വീണ്ടും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പതിവിന് വിപരീതമായി കോളേജ് ഗ്രൗണ്ടിലാകെ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്നാണ് ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടത്. ഗ്രൗണ്ടിലേക്ക് ബുള്ളറ്റ് വന്ന് നിർത്തി. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും അനുവിന്റെ ശ്വാസം ഒന്ന് നിലച്ചു. കറുത്ത ഷർട്ടും വെള്ള മുണ്ടും അണിഞ്ഞ് ഉറച്ച ശരീരവും കനത്ത കണ്ണുകളുമായി കാശിയേട്ടൻ മുന്നോട്ട് വന്നു. ആ മുഖത്ത് ദേഷ്യത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെയുണ്ടായിരുന്നു. ആരെയും കൂസാത്ത നടപ്പിൽ തന്നെ ഒരു പ്രത്യേക ഗാംഭീര്യം. ചിന്നു കരഞ്ഞുകൊണ്ട് കാശിയേട്ടന്റെ പുറകിലുണ്ടായിരുന്നു. കാര്യമറിയാതെ നിൽക്കുന്ന യാദവിനെ അടുത്തേക്ക് ചെന്ന് ഒരു വാക്കുപോലും ചോദിക്കാതെ കാശിയേട്ടൻ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചൊരു വെടി. പിന്നെ അവിടെ കണ്ടത് ഒരു സിനിമാറ്റിക് ഫൈറ്റ് തന്നെയായിരുന്നു. തടയാൻ വന്ന യാദവിന്റെ കൂട്ടാളികളെ ഓരോരുത്തരെയായി കാശിയേട്ടൻ നിലംപരിശാക്കി. അടികൊണ്ട് യാദവ് നിലത്ത് വീണപ്പോ അവന്റെ നെഞ്ചിൽ ചവിട്ടി നിന്ന് കാശിയേട്ടൻ പറഞ്ഞ വാക്കുകൾ അനു ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇവളെന്റെ പെങ്ങളാടാ. ഇനി ഇവളുടെ നേരെയോ ഈ കോളേജിലെ വേറെ ഏതെങ്കിലും പെൺകുട്ടികളുടെ നേരെയോ നിന്റെയൊക്കെ കൈ നീണ്ട, പിന്നെ നീട്ടാൻ നിനക്കൊന്നും കൈ കാണില്ല. അത്രയും പറഞ്ഞ് ചുറ്റും നോക്കാതെ കാശിയേട്ടൻ അങ്ങ് പോയി. ആ ഒരൊറ്റ കാഴ്ചയിൽ, ആ നിൽപ്പിൽ അനുവിന്റെ ഹൃദയം കാശിയേട്ടൻ എന്ന മുരടന് മുന്നിൽ അടിയറവ് പറഞ്ഞിരുന്നു. ഓർമ്മകളിൽ നിന്നുണർന്ന അനു ചിന്നുവിനെ നോക്കി അല്പം ഗൗരവത്തോടെ പറഞ്ഞു. അങ്ങനെയൊക്കെ പ്രേമിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചിന്നു. അന്ന് വീണതാ ഞാൻ. ആ വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ തളരാതെ ഞാൻ അറ്റാക്ക് തുടരുക തന്നെ ചെയ്യും. നോക്കിക്കോ നീ. മിക്കവാറും കാശിയേട്ടൻ ഇതിനെപ്പറ്റി അറിഞ്ഞ നിന്നെ ചുരുട്ടിക്കൂട്ടി വെളിയിലിടും. ചിന്നു അവളെ കളിയാക്കി. അനുവിന്റെ സ്നേഹം നാൾക്ക് നാൾ വളർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കെല്ലാം ചിന്നുവിനെ കോളേജിലാക്കാൻ കാശിയേട്ടൻ വരും.
എങ്കിലും അനു എന്നൊരാളെ കാശി കണ്ടെന്നൊരു ഭാവം പോലും നടിച്ചില്ല. അല്ലേലും കാശി അറിയുന്നില്ലല്ലോ അങ്ങനെ ഒരാൾ തന്നെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന കാര്യം. കോളേജ് ജീവിതത്തിന്റെ തണൽമരങ്ങൾ ഓരോന്നായി പിന്നിലേക്ക് മറഞ്ഞു. പരീക്ഷാഫലങ്ങൾ വന്നപ്പോൾ അനുവിന് കൊച്ചിയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ ഒരു മാസത്തെ ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചു. കരിയറിലെ വലിയൊരു ചുവടുവെപ്പായിരുന്നു അത് അനുവിന്. കൊച്ചിയിലേക്ക് വണ്ടി കയറാൻ വേണ്ടി ഇനി രണ്ടു ദിവസങ്ങൾ മാത്രം ബാക്കി. സ്വന്തം നാടിനോടും വീട്ടുകാരോടും യാത്ര പറയുന്നതിനേക്കാൾ അനുവിന്റെ മനസ്സിനെ വിഷമിപ്പിച്ചത് ആ മുരടൻ കാശിയേട്ടനെ ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നതിനെ കുറിച്ച് ഓർത്തായിരുന്നു. താൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടു നടന്ന ആ പ്രണയം കാശിയേട്ടൻ അറിഞ്ഞതുപോലുമില്ല. കൊച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചിന്നുവിനെയും അവളുടെ അച്ഛനെയും അമ്മയെയും ഒന്ന് കണ്ട് യാത്ര പറയണമെന്ന് അനുവിന് തോന്നി. ആഗ്രഹം പോലെ തന്നെ അവൾ ചിന്നുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. പൂമുഖത്ത് തന്നെ ചിന്നുവും അമ്മയും ഉണ്ടായിരുന്നു. അനുവിനെ കണ്ടതും ചിന്നു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എടി, ഒടുവിൽ നീ ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് പോവുകയാണല്ലേ? ചിന്നു കൃത്രിമമായ പിണക്കത്തോടെ പറഞ്ഞു. അനു പതിയെ ചിരിച്ചു. ചിന്നുവിന്റെ അമ്മ അവർക്കായി നല്ല ചൂട് കട്ടൻ ചായയും പലഹാരങ്ങളുമായി കൊണ്ടുവന്നു. വിശേഷങ്ങൾ പറഞ്ഞ് രസിച്ചിരിക്കുമ്പോഴാണ് പുറത്ത് പരിചയമുള്ള ശബ്ദം കേട്ടത്. അതെ, ആ ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം. അനുവിന്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഇരട്ടിച്ചു. കയ്യിലിരുന്ന ചായക്കപ്പ് അറിയാതെ ഒന്ന് വിറച്ചു. ഉമ്മറത്തേക്ക് നടന്നു കയറി വന്നത് കാശിയേട്ടൻ തന്നെയായിരുന്നു. അല്പം ക്ഷീണിതനായതുപോലെ തോന്നിച്ചെങ്കിലും ആ കനത്ത കണ്ണുകളിലെ ഗാംഭീര്യത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. ആ, കാശിമോനോ? അമ്മക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് കാശിയെ? കാശിയുടെ മുഖത്തൊരു നിഴൽ വീണു. അമ്മക്ക് പ്രഷർ വീണ്ടും കുറഞ്ഞ അമ്മായി. ഡോക്ടർ വിശ്രമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ അടുത്തു വരെ ഒന്ന് വന്നതാ. സംസാരിക്കുന്നതിനിടയിൽ കാശിയുടെ കണ്ണുകൾ ചിന്നുവിന്റെ അടുത്ത് നിൽക്കുന്ന അനുവിലേക്ക് നീണ്ടു. കോളേജിൽ വെച്ച് ചിന്നുവിന്റെ കൂടെ പലപ്പോഴും കണ്ടിട്ടുള്ള ആ മുഖം കാശി ഓർത്തെടുത്തു. ഒരു നിമിഷം വെറും ഒരു നേർത്ത പുഞ്ചിരി മാത്രം കാശി അനുവിന് നൽകി. ആ ഒരൊറ്റ ചിരി അനുവിന്റെ ഉള്ളിൽ 1000 മയിൽപീലികൾ ഒരേ സമയം വിടർന്നതുപോലെ അവൾക്ക് തോന്നി. ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് ആ കണ്ണുകൾ തന്റെ നേരെ ഒന്ന് നോക്കുന്നത് പോലും. കാശിയേട്ട ഇവളെ ഓർക്കുന്നുണ്ടോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ അനു. കോളേജിൽ വെച്ച് കണ്ടിട്ടില്ലേ? ചിന്നു പരിചയപ്പെടുത്തി. ആ, കണ്ടിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കാശി മറുപടി നൽകി. എനിക്ക് അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു സമാധാനം ഇല്ലാത്തത് അമ്മായി. കാശി തന്റെ വിഷമം പങ്കുവച്ചു. പകൽ മുഴുവൻ എനിക്ക് സൈറ്റിലും ഓഫീസിലുമായി ഓടണം. അമ്മയെ തനിച്ചാക്കി പോകാൻ പറ്റത്തില്ല. നല്ലൊരു ഹോം നഴ്സിനെ നോക്കുന്നുണ്ട്. അത്യാവശ്യം ഉത്തരവാദിത്തമുള്ള അമ്മയെ നന്നായി നോക്കുന്ന ഒരാളെ കിട്ടിയ വലിയൊരു ആശ്വാസമായിരുന്നു. കയ്യിൽ കിട്ടുന്നവരെയൊക്കെ നിർത്തിയ അമ്മക്ക് അത് ഇഷ്ടപ്പെടുകയുമില്ല. പെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അമ്മായി. ആ, ഞാൻ അന്വേഷിക്കാം കാശി. നല്ലൊരാളെ കിട്ടിയ ഉടൻ അറിയിക്കാം. അമ്മായി അവനെ ആശ്വസിപ്പിച്ചു. എന്നാ ശരി അമ്മായി, ഞാൻ ഇറങ്ങട്ടെ. ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. കാശി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി. കാശി പോയ വഴി കണ്ണും നട്ട് നിന്ന അനുവിന്റെ ഉള്ളിൽ പെട്ടെന്നാണ് ആ ഭ്രാന്തൻ ചിന്ത മിന്നി മറഞ്ഞത്. ഒരു നിമിഷം അവൾ ചിന്തിച്ചു, ഇതൊരവസരാണ്. ദയവായിട്ട് തന്റെ മുന്നിൽ വെച്ച് നീട്ടിയ ഒരു വലിയ അവസരം. കാശി പോയി കഴിഞ്ഞതും അനു ചിന്നുവിന്റെ കയ്യിൽ കയറി ശക്തമായി പിടിച്ചു. എടി ചിന്നു, ഇങ്ങോട്ട് വന്നേ. അനു അവളെ വലിച്ച് വീടിന്റെ ഒരു മൂലയിലുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി. എന്തടി അനു, നിനക്ക് വട്ടുണ്ടോ? എന്റെ കൈ വേദനിക്കുന്നു. ചിന്നു കൈ വിടുവിച്ച് ചോദിച്ചു. അനുവിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവൾ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി രഹസ്യമായി പറഞ്ഞു. ചിന്നു, നിന്റെ കാശിയേട്ടന്റെ വീട്ടിലെ ആ ഹോം നേഴ്സ് അത് ഞാനായാലോ? എന്ത്? ചിന്നു അന്തം വിട്ട അനുവിനെ നോക്കി. നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചോ അനു? എടി, ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് പറയുവാ. ആ ഹോം നേഴ്സ് ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയാ എനിക്ക് കാശിയേട്ടന്റെ കൂടെ നിൽക്കാം. അങ്ങനെ കൂടുതൽ അടുത്തറിയാം. എന്റെ സ്നേഹം അങ്ങേർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. അനു ആവേശത്തോടെ പറഞ്ഞു. അനു, നീ ബോധത്തോടു കൂടിയാണോ ഈ സംസാരിക്കുന്നത്? ചിന്നു ദേഷ്യത്തോടെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നിന്റെ കുടുംബം എന്താ സാധാരണ കുടുംബാണോ? അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയും പ്രൗഢിയുള്ള വീട്ടിലെ ഒരേ ഒരു മകളാണ് നീ. നല്ല നിലയിലുള്ള അച്ഛനും അമ്മയും. നിന്നെ അവർ സർവ്വ സ്വാതന്ത്ര്യവും തന്നാണ് വളർത്തിയത്. അവർ വിചാരിക്കുന്നത് നീ അടുത്ത ദിവസം കൊച്ചിയിലേക്ക് വലിയൊരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് പോകാൻ നിൽക്കുകയാണെന്നാണ്. എന്നിട്ടാണോ നീ ഇവിടെ ഒരു ഹോം നേഴ്സ് ആയിട്ട് ജോലിക്ക് പോകാൻ നിൽക്കുന്നത്? നിന്റെ അച്ഛൻ അറിഞ്ഞാൽ നിന്നെ കൊന്നുകളയും. ചിന്നു, നീ ഒന്ന് കേൾക്ക്. അനു ചിന്നുവിന്റെ കൈകളിൽ പിടിച്ച് യാചിക്കുന്ന പോലെ പറഞ്ഞു. ഞാൻ കൊച്ചിയിൽ പോയി ഒരു മാസം കഷ്ടപ്പെടുന്നതും ഇവിടെ കാശിയേട്ടന്റെ കൂടെ നിൽക്കുന്നതും എനിക്ക് ഒരുപോലെയാണ്. അല്ല, അതിനേക്കാൾ പ്രധാനമാണ് എനിക്ക് കാശിയേട്ടൻ.
എനിക്ക് ആ മനുഷ്യനെ അത്ര ഇഷ്ട ചിന്നു. ആ ഇഷ്ടം വെറുതെ ഒരു തോന്നലല്ല എന്ന് എനിക്ക് തെളിയിക്കണം. ഇടി വിഡ്ഢി. അഥവാ കാശിയേട്ടൻ ഇതറിഞ്ഞാലോ? കാശിയേട്ടന്റെ സ്വഭാവം നിനക്കറിയില്ലേ? നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചെന്നറിഞ്ഞ അങ്ങേര് നിന്നെ എടുത്ത് പുറത്തെറിയും. അത് മാത്രല്ല, ഞാനും എന്റെ കുടുംബം കൂടി അതിൽ നാണം കെടും. കാശിയേട്ട അറിയില്ലടി ചിന്നു. ഞാൻ അവിടെ പോയി ചേരുമ്പോ കാശിയേട്ട എപ്പോഴും വീട്ടിൽ കാണില്ലല്ലോ. പകൽ മുഴുവൻ ഓഫീസിലല്ലേ. പിന്നെ കാശിയേട്ടന്റെ അമ്മക്ക് സുഖമില്ലാത്തതല്ലേ. ഞാൻ അമ്മയെ എന്റെ സ്വന്തം അമ്മയെ പോലെ നോക്കിക്കോളാം. അതിലൊരു കുറവും വരുത്തില്ല. എനിക്ക് വേണ്ടത് കാശിയേട്ടന്റെ മനസ്സ് മാറ്റാനുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രാണ്. വേണ്ട അനു, ഈ പ്ലാൻ നടക്കില്ല കേട്ടോ. നീ വെറുതെ തീ കൊണ്ട് കളിക്കരുത്. നീ കൊച്ചിയിലേക്ക് പോവാൻ നോക്ക്. നല്ലൊരു കരിയർ നിന്റെ മുന്നിലുണ്ട്. ചിന്നു തറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അനു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ കണ്ണീർ പടർന്നു. ചിന്നു, പ്ലീസ്, നീ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയല്ലേ. എനിക്ക് ജീവിതത്തിൽ ഇതിലും വലിയൊരു ആഗ്രഹം ഇനി ഉണ്ടാവില്ലടി. കോളേജ് കഴിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റിയില്ല. ഇനി കൊച്ചി പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ കാണും. ഒരു മാസം, വെറും ഒരേ ഒരു മാസം, അത് കഴിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് പോയിക്കോളാം. ചിന്നു അനുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ആത്മാർത്ഥതയും പ്രണയത്തിന്റെ വാശിയും ചിന്നുവിന് വ്യക്തമായി കാണാമായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും നീ എന്തു പറയും? അവർ നിന്നെ കൊച്ചിയിലേക്ക് അയക്കാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ? ചിന്നു ചോദിച്ചു. അതിനൊരു വഴിയുണ്ട്. അനു പെട്ടെന്ന് ചിന്തിച്ചു പറഞ്ഞു. ഞാൻ കൊച്ചിയിലെത്തിയെന്നും അവിടെ കമ്പനി തന്ന ലേഡീസ് ഹോസ്റ്റലിൽ താമസമെന്നും അച്ഛനോടും അമ്മയോടും പറയാം. അവർ എന്നെ അങ്ങോട്ട് വന്ന് നോക്കാൻ വഴിയില്ല. ദിവസവും ഫോൺ വിളിക്കുമ്പോ ഞാൻ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചാൽ പോരെ? ഒരു മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാം. എന്റെ ദൈവമേ, നീ ഇത്രയും വലിയ കള്ളം പറയാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? ചിന്നു നെഞ്ചത്ത് കൈവച്ചു. എന്റെ കാശിയേട്ടന് വേണ്ടിയല്ല ചിന്നു. അനു ചിന്നുവിന്റെ മുന്നിൽ കൈകൂപ്പി. നീ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കൂ. കാശിയേട്ടന്റെ അമ്മക്ക് നീ വേണം എന്നെ പരിചയപ്പെടുത്താൻ. നിന്റെ പരിചയത്തിലുള്ള ഒരു പാവം കുട്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പാർട്ട് ടൈം ആയി ജോലി നോക്കാൻ വന്നതാ എന്ന് പറഞ്ഞേക്കണം. കാശിയേട്ടൻ എന്നെ കോളേജിൽ വെച്ച് ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എന്റെ വീടോ പശ്ചാത്തലമോ ഒന്നും അങ്ങേർക്കറിയില്ലല്ലോ. പക്ഷെ അനു, കാശിയേട്ടന്റെ അമ്മ വളരെ പാവാണ്. പക്ഷെ കാശിയേട്ടൻ കണിശക്കാരനാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട അങ്ങേര് വെറുതെ വിടില്ല. ചിന്നു വീണ്ടും മുന്നറിയിപ്പ് നൽകി. ഞാൻ ഒരു തെറ്റും വരുത്തില്ല ചിന്നു. അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കും. കാശിയേട്ടന്റെ ആ മൂടുപടം മാറ്റി ആ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞ അതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്കില്ല. പ്ലീസ് ദി, നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ മാത്രാണ് എന്റെ അവസാന പ്രതീക്ഷ. ചിന്നു കുറച്ചു സമയം ആലോചിച്ചു നിന്നു. ഹനുവിന്റെ നിർബന്ധത്തിനും സ്നേഹത്തിനും മുന്നിൽ ഒടുവിൽ ചിന്നുവിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ശരി, നീ പറയും പോലെ ഞാൻ കാശിയേട്ടന്റെ വീട്ടിൽ സംസാരിക്കാം. ചിന്നു നെടുവീർപ്പോടെ പറഞ്ഞു. പക്ഷെ ഒന്ന് ഓർത്തു വെച്ചോ അനു, ഇതൊരു അപകടം പിടിച്ച കളിയാണ്. എന്തെങ്കിലും കാശിയേട്ടൻ ഈ സത്യം അറിഞ്ഞ അന്ന് എന്റെ കഥ കഴിയും, നിന്റെ കഥയും കഴിയും. ഒരു പ്രശ്നവും വരില്ല ചിന്നു. ഞാൻ എല്ലാം നോക്കിക്കോളാം. സന്തോഷം കൊണ്ട് അനു ചിന്നുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. തന്റെ പ്രണയം നേടാനായി വലിയൊരു കള്ളവും ചുമന്ന് ആ കാട്ടുതീ പോലെയുള്ള മനുഷ്യന്റെ വീട്ടിലേക്ക് ഇറങ്ങി തിരിക്കാൻ അനു മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. ചിന്നു തന്ന വാക്കിന്റെ ധൈര്യത്തിൽ അനു വീട്ടിലേക്ക് മടങ്ങി. മനസ്സിൽ കാശിയേട്ടന്റെ അടുത്ത് എത്താൻ പോകുന്നതിന്റെ വലിയൊരു ആവേശമായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അനു തന്റെ വസ്ത്രങ്ങളും സാധനങ്ങളുമെല്ലാം വലിയൊരു ബാഗിലാക്കി തയ്യാറാക്കി. മോളെ, കൊച്ചിയിലെത്തുമ്പോൾ തന്നെ ഫോൺ വിളിക്കണം കേട്ടോ. അവിടെ ഒറ്റക്കുള്ള താമസല്ലേ, ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മ വിഷമത്തോടെ അനുവിന്റെ തലയിൽ തലോടി. ആ, ഞാൻ സൂക്ഷിച്ചോളാം അമ്മേ. കൊച്ചിയിലെത്തിയ ഉടൻ വിളിക്കാം. മനസാക്ഷിക്കുത്തോടെയാണെങ്കിലും അനു അച്ഛന്റെയും അമ്മയുടെയും കാലുകൾ തൊട്ട് വന്ദിച്ചു. ഇറങ്ങുമ്പോൾ അച്ഛൻ നൽകിയ പോക്കറ്റ് മണിയും വാങ്ങി കൊച്ചിയിലേക്ക് ട്രെയിനിൽ കയറുന്നതിന് പകരം അവൾ നേരെ ചിന്നുവിന്റെ വീട്ടിലേക്കാണ് വെച്ചു പിടിച്ചത്. ചിന്നുവിന്റെ വീട്ടിൽ ബാഗുമായി എത്തിയ അനുവിനെ കണ്ട് ചിന്നു തലയിൽ കൈവച്ചു. എടി അനു, നീ ശരിക്കും ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുക തന്നെയാണോ? ഇപ്പോഴും സമയമുണ്ട്. ആ കൊച്ചിയിലേക്കുള്ള ട്രെയിനിൽ കയറി പൊയ്ക്കോ. ചിന്നു വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇല്ല ചിന്നു, ഞാൻ തീരുമാനിച്ച കാര്യത്തിൽ നിന്ന് ഇനി ഒരു പിന്മാറ്റമില്ല. നീ വേഗം വാ, നമുക്ക് കാശിയേട്ടന്റെ വീട്ടിലേക്ക് പോവാം. അനു തന്റെ ഇടത്തോടെ പറഞ്ഞു. അനുവും ചിന്നും കൂടി കാശിയേട്ടന്റെ തറവാട്ടു വീട്ടിലെത്തി. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അനുവിന്റെ ഹൃദയം പടപട എന്ന് ഇടിക്കാൻ തുടങ്ങി. വിശാലമായ മുറ്റവും വലിയൊരു വീടും ഗൗരവത്തിൽ നിൽക്കുന്നുണ്ട് ആ മുരടൻ കാശിയേട്ടൻ. അവരെ കണ്ടതും കാശി പുരികം ചുളിച്ചു. ചിന്നു, നീ എന്താ ഈ സമയത്ത്? അത് കാശിയേട്ടാ, ഇത് അനു.
ഇവൾക്ക് അത്യാവശ്യമായി ഒരു ജോലി വേണം. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ടാണേ. അമ്മായിയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടു വന്നതാ. കാശി അനുവിനെ മുകളിൽ നിന്ന് താഴേക്കു വരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ കനത്ത കണ്ണുകൾ തന്റെ മേൽ പതിഞ്ഞപ്പോൾ അനുവിന്റെ ജീവൻ പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇവളോ? കാശി സംശയത്തോടെ ചോദിച്ചു. ഇത്രയൊരു ചെറിയ പെൺകുട്ടിയോ? എടി ചിന്നു, എനിക്ക് അത്യാവശ്യം പ്രായവും പക്വതയുള്ള പരിചയസമ്പത്തുള്ള ഒരാളെയാണ് വേണ്ടത്. ഇവളെ കണ്ടാൽ തന്നെ അറിയാം ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ പ്രായമായിട്ടില്ലെന്ന്. ഇതൊന്നും ശരിയാവില്ല, നീ ഇവളെയും കൊണ്ടുപോ. കാശിയുടെ ആ ഒറ്റ വാക്കിൽ ചിന്നു അനുവിനെ ഞാൻ പറഞ്ഞില്ലേ എന്നൊരു മട്ടിൽ നോക്കി. പ്ലാൻ ആകെ പാളി പോകുകയാണെന്ന് മനസ്സിലാക്കിയ അനുവിന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം അനു ഒന്നും നോക്കിയില്ല. അനു നേരെ കാശിയേട്ടന്റെ കാലിലേക്ക് അങ്ങ് വീണു. കാശിയുടെ കാലുകൾ രണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ പെരുവഴിയിലാക്കരുതേ, എന്നെ കൈവിടരുതേ സാറേ. കാശിയും ചിന്നു ഒരുപോലെ അന്തം വിട്ടുപോയി. കാശി ഞെട്ടലോടെ ഒരടി പിന്നോട്ട് വെക്കാൻ നോക്കിയെങ്കിലും അനു അവനെ വിടാതെ പിടിച്ചു തൂങ്ങി. എടി എഴുന്നേൽക്കടി, നീ എന്തേ കാണിക്കുന്നത്? വിടടി എന്റെ കാല്. കാശിയാകെ പരിഭ്രമിച്ച് ചുറ്റും നോക്കി. ആരും കാണുന്നില്ലല്ലോ എന്ന ഭയമായിരുന്നു അങ്ങേർക്ക്. ഇല്ല സാറേ, ഈ പാവപ്പെട്ട പെണ്ണിനെ രക്ഷിക്കണം സാറേ. അനു കള്ളക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഒരടി കൂടി കയറ്റിയിട്ടു. വീട്ടിൽ അമ്മക്ക് ഭയങ്കര സുഖമില്ല സാറേ, അച്ഛൻ പണിയില്ലാതെ ഇരിക്കുക. എന്റെ വീട്ടിൽ പട്ടിണിയാണ് സാറേ. അത് കേട്ട് ചിന്നു വായ പൊത്തി ചിരിയടക്കി. കോളേജിൽ പഠിക്കാൻ കാശില്ലാതെ നിൽക്കുമ്പോഴാ ചിന്നു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. സാറ് എന്നെ ഇതിൽ നിന്ന് ഇറക്കി വിട്ടാ എവിടെ പോവും സാറേ? ഇടി നിർത്തടി നിന്റെ രാമായണം. കാശി ശബ്ദം താഴ്ത്തി ഗർജിച്ചു. കാലിൽ നിന്ന് കൈയെടുക്കടി ആദ്യം. ഞാൻ ഒട്ടും കുസൃതി കാണിക്കില്ല സാറേ. അമ്മയെ എന്റെ സ്വന്തം അമ്മയെ പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആകെ വേണ്ടത് ഉണ്ണാ ഒരു നേരത്തെ ഭക്ഷണവും കിടക്ക ഒരു റൂമും മാത്രം. പ്ലീസ് സാറേ, എന്നെ ഇവിടുന്ന് ഓടിക്കരുതേ. അനു കാശിയുടെ മുണ്ടിന്റെ തുമ്പിൽ പിടിച്ച് യാചിക്കുന്നത് പോലെ നോക്കി. അനുവിന്റെ ഈ വക കോപ്രായങ്ങൾ കണ്ട് കാശിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. കണിശക്കാരനായ ആരെയും എടുപ്പിക്കാത്ത കാശി ഒരു പെൺകുട്ടി തന്റെ കാലിൽ പിടിച്ച് കരയുന്നത് കാണെ ആകെ ധർമ്മസങ്കടത്തിലായി. ചിന്നു, ഇവളെന്തേ പറയുന്നത്? നിന്റെ ഫ്രണ്ട്സിന് വട്ടാണോ? കാശി ദേഷ്യവും അമ്പരപ്പും കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതെ കാശിയേട്ടാ, ഇവളുടെ അവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ. ചിന്നു കഷ്ടപ്പെട്ട് ചിരിയടക്കി അഭിനയിച്ചു. കാശിയേട്ടൻ ദീർഘനിശ്വാസം വിട്ടു. ശരി ശരി, നിർത്ത്, എഴുന്നേൽക്കാദ്യം. നീ ഇവിടെ നിന്നോ. പക്ഷെ ഒന്നോർത്തോ, അമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. എനിക്ക് എന്തെങ്കിലും പരാതി വന്നാ അന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും, കേട്ടല്ലോ? അയ്യോ കേട്ടു സാറേ. അനു ചാടി എഴുന്നേറ്റ് കണ്ണീരൊപ്പി ചിരിച്ചു. കാശി കലിപ്പോടെ അനുവിനെ ഒന്നുകൂടി നോക്കിയിട്ട് ഫയലും എടുത്ത് കാറിലേക്ക് നടന്നു. പോകുന്ന പോകുന്നതിനിടയിൽ മനസ്സിൽ പിറുപിറുത്തു. എവിടുന്ന് വന്നതാണാവോ എന്തോ ശല്യം. കാശി കാർ സ്റ്റാർട്ട് ചെയ്ത് പോയതും അനു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇടി ഭ്രാന്തി, നീ എന്തൊക്കെയാടി ആ കാശിയേട്ടന്റെ മുന്നിൽ തട്ടിയിട്ടത്? അങ്ങേര് വിശ്വസിച്ചത് പോലും അത്ഭുതാണ്. ചിന്നു വയറ്റിൽ കൈവച്ച് ചിരിച്ചു. എങ്ങനെയൊക്കെയോ ഉള്ളിൽ കയറി പറ്റിയല്ലോ ചിന്നു. ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം. എടി, ഈ പോയത് കാശിയേട്ടനല്ല, നടന്നു പോകുന്ന ഒരു ആറ്റം ബോംബാണ്. ഏത് നിമിഷവും പൊട്ടാം. ചിന്നു നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ചിന്നു, നീ ധൈര്യമായിട്ട് പോയിക്കോ, അനു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ചിന്നു യാത്ര പറഞ്ഞു പോയ ശേഷം അനു മെല്ലെ കാശിയേട്ടന്റെ അമ്മ കഴിയുന്ന മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ ക്ഷീണിതയായി കിടക്കുകയായിരുന്നു ജാനകിയമ്മ. അനു അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ അമ്മയുടെ അരികിലിരുന്നു. അമ്മേ, ഞാൻ പുതിയതായി വന്ന ഹോം നേഴ്സാണ്, പേര് അനു. അനു സൗമ്യമായി പറഞ്ഞു. അമ്മ പതിയെ കണ്ണുകൾ തുറന്ന് അനുവിനെ നോക്കി. കാണാൻ നല്ലൊരു കുട്ടി. നിനക്ക് എന്നെ പോലെ ഒരു രോഗിയെ നോക്കാൻ പറ്റുമോ മോളെ? അയ്യോ, അമ്മ അങ്ങനെ പറയരുത്. എനിക്ക് അമ്മമാരെ നോക്കാൻ ഭയങ്കര ഇഷ്ടവാ. അമ്മക്ക് വിശക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുക്കട്ടെ? അനു അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു. ആദ്യ ദിനം തന്നെ അമ്മയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ അനു തീരുമാനിച്ചിരുന്നു. കൃത്യസമയത്ത് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ നൽകാനും അമ്മയുടെ പ്രഷർ ചെക്ക് ചെയ്യാനും അവൾ കാണിച്ച കണിശത അമ്മയെ അത്ഭുതപ്പെടുത്തി. ഉച്ചയ്ക്ക് അമ്മക്ക് കൊടുത്ത കഞ്ഞി പോലും വളരെ സ്നേഹത്തോടെ അനു സ്വന്തം കൈകൊണ്ട് കോരി നൽകി. വിശേഷങ്ങളും തമാശകളും പറഞ്ഞ് അമ്മയെ അവൾ ഒരുപാട് ചിരിപ്പിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാണ് ആ വീട്ടിൽ ചിരിയും സംസാരവും മുഴങ്ങുന്നത്. വൈകുന്നേരം കാശിയേട്ടൻ ഓഫീസിൽ നിന്നും തിരിച്ചെത്തി. മുറ്റത്ത് ബുള്ളറ്റ് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോഴേ അനുവിന്റെ ഹൃദയം പടപട എന്ന് മിടിക്കാൻ തുടങ്ങി. കാശി നേരെ അമ്മയുടെ മുറിയിലേക്കാണ് വന്നത്.
വാതിലിനടുത്ത് നിൽക്കുന്ന അനുവിനെ കണ്ടതും കാശിയുടെ മുഖം വീണ്ടും ഗൗരവത്തിലായി. അമ്മേ, എങ്ങനെയുണ്ട് ഇപ്പോ? ഈ കുട്ടി വല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയോ? കാശി തറപ്പിച്ചു ചോദിച്ചു. അമ്മ കാശിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്താടാ കാശി നീ പറയുന്നത്? ഈ മോൾ വന്നതിന് ശേഷം എനിക്ക് ആകെ ഒരു ആശ്വാസം തോന്നിയത്. കൃത്യസമയത്ത് മരുന്നും തന്നു, എന്നോട് കുറെ വിശേഷങ്ങളും പറഞ്ഞു. എന്റെ സ്വന്തം മോളെ പോലെയാ ഇവൾ എന്നെ നോക്കുന്നത്. കാശി അമ്പരപ്പോടെ അനുവിനെ ഒന്ന് നോക്കി. അനു വളരെ പാവത്താനെ പോലെ തല താഴ്ത്തി നിന്നു. അമ്മക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ശരി, കാശി അനുവിനോടായി പറഞ്ഞു. അമ്മയും തിരിച്ചൊരു നേർത്ത പുഞ്ചിരി നൽകി. കാശി എത്ര മുരടനാണെങ്കിലും അമ്മയുടെ വാക്കിന് വാക്കില്ലെന്ന് അനുവിന് ഏകദേശം ഉറപ്പായി. അടുത്ത ദിവസം രാവിലെ അമ്മക്ക് നൽകാനുള്ള ഭക്ഷണവും കാശിയേട്ടന്റെ ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കേണ്ട ചുമതല അനുവിന് വന്നു. വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ശീലിച്ച അനുവിന് പാചകം വലിയൊരു കടമ്പ തന്നെയായിരുന്നു. എന്നാലും കാശിയെ ഒന്ന് ഇംപ്രസ് ചെയ്യാനുള്ള വലിയൊരു അവസരമായി അനു അതിനെ കണ്ടു. കാശിയേട്ടന് മധുരം ഇഷ്ടമായിരിക്കും, കുറച്ച് പാലടപ്പായസം ഉണ്ടാക്കിയേക്കാം, അനു സ്വയം പറഞ്ഞു. യൂട്യൂബ് നോക്കി പായസവും ഉപ്പുമാവും ഉണ്ടാക്കാൻ അവൾ അടുക്കളയിൽ യുദ്ധം തുടങ്ങി. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ നെയ്യിൽ വറുത്തെടുക്കുമ്പോഴാണ് ഹാളിൽ നിന്നും അമ്മയുടെ വിളി കേട്ടത്. അനു വേഗത്തിൽ അമ്മയുടെ മുറിയിലേക്ക് ഓടി. അമ്മക്ക് മരുന്ന് കൊടുത്ത് വിശേഷവും പറഞ്ഞ് തിരികെ അടുക്കളയിലെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. അടുക്കള നിറയെ കറുത്ത പുക. പാലട പായസം അടിപിടിച്ച് കരിഞ്ഞു നാറുന്നു. പുക കാരണം അനു കണ്ണുനീരും മൂക്കും തുടച്ച് ചുമക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി വന്ന കാശി അടുക്കളയിലെ പുക കണ്ടു ഓടിയെത്തിയത്. എന്തടി ഇവിടെ നടക്കുന്നത്? നീ വീടിന് തീ വെക്കാൻ ഇറങ്ങിയതാണോ? കാശി ദേഷ്യം കൊണ്ട് ഗർജിച്ചു. ഗ്യാസ് ഓഫ് ചെയ്ത് ജനലുകളെല്ലാം തുറന്നിട്ട് കാശി കലിപ്പോടെ അനുവിനെ നോക്കി. അനു ഭയന്ന് വിറച്ച് അടുക്കളയുടെ മൂലയിൽ മാറി നിന്നു. നിന്നോട് ആരാ പാചകം ചെയ്യാൻ പറഞ്ഞത്? അമ്മയെ നോക്കാൻ പറഞ്ഞ നീ വീട് മുഴുവൻ പുകച്ച ആളുകളെ കൂട്ടുകയാണോ? ഉപ്പുമാവ് നോക്കിയപ്പോ അത് വേവാത്ത മാവ് പോലെ കിടക്കുന്നു. പായസം കരിഞ്ഞ് കട്ട പിടിച്ചിരിക്കുന്നു. കാശി ഒച്ച വെച്ചു. അത് സാറേ, ഞാൻ സാറിന് വേണ്ടി നല്ലൊരു പായസം, അനു വിടക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് നിന്റെ പായസം വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. ഒന്നാമത് രാവിലെ ഒരുപാട് ജോലിയുള്ളതാ, ഇതിന്റെ കൂടെ നിന്റെ ഒരു പായസം. കാശി ദേഷ്യത്തോടെ കൈ കഴുകി ഇറങ്ങിപ്പോയി. കഴിക്കാനൊന്നുമില്ലാതെ കാശി പട്ടിണിയിലാണ് ഓഫീസിലേക്ക് പോയത്. അനുവിന് സങ്കടവും സ്വയം ദേഷ്യവും വന്നു. കാശിയേട്ടന്റെ മുന്നിൽ മാസ് കാണിക്കാൻ പോയി ആകെ അബദ്ധമായി എന്ന് അവൾക്ക് തോന്നി. അന്ന് രാത്രി വൈകിയാണ് കാശി തിരിച്ചെത്തിയത്. അനു സങ്കടത്തോടെ അമ്മയുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. കാശി അടുക്കളയിലേക്ക് പോകുന്നത് അനു കണ്ടു. മെല്ലെ ഒളിച്ചു ചെന്ന് നോക്കിയ അനു കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ആ മുരടൻ കാശി കൈ മടക്കി വെച്ച് അടുക്കളയിൽ നിന്ന് ദോശ ചുട്ടെടുക്കുന്നു. താൻ കാരണം പട്ടിണിയിലായ മനുഷ്യൻ സ്വയം ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്നതിനിടയിൽ കാശി പാത്രങ്ങൾ ഒന്നൊന്നായി എടുത്തു വെക്കുന്നത് കണ്ട അനുവിന് അത്ഭുതം തോന്നി. പെട്ടെന്ന് കാശി തിരിഞ്ഞു നോക്കിയപ്പോ വാതിലിന്റെ മറവിൽ നിൽക്കുന്ന അനുവിനെ കണ്ടു. അവിടെ ഒളിച്ചു നിൽക്കാതെ ഇങ്ങോട്ട് വാടി, കാശി ഗൗരവത്തിൽ വിളിച്ചു. അനു പേടിയോടെ മുന്നോട്ട് ചെന്നു. കാശി ഒരു തട്ടിൽ ചൂടുള്ള 2 ദോശയും ചമ്മന്തിയും വെച്ച് അനുവിന്റെ മുന്നിലേക്ക് നീട്ടി. രാവിലെ മുതൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് ചെയ്തോളൂ. നീയും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു, ഇത് കഴിക്ക്. കാശി കടുപ്പത്തിൽ പറഞ്ഞെങ്കിലും ആ വാക്കുകളിൽ ഒരു പ്രത്യേക കരുതൽ ഉണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നവനെ നോക്കി അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു ദോശ കഷ്ണം എടുത്ത് വായിലേക്ക് വെക്കുമ്പോ അവളുടെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. ഈ വിശ്വാമിത്രന്റെ കടുകട്ടിയുള്ള മനസ്സ് അലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന്. ദിവസങ്ങൾ റെയിൽവേ ട്രാക്കിലൂടെ എന്നോണം വേഗത്തിൽ ഓടിമറഞ്ഞു. കാശിയേട്ടന്റെ വീട്ടിലെ അനുവിന്റെ സാന്നിധ്യം ആ വീടിന്റെ അന്തരീക്ഷം തന്നെ ആകെ മാറ്റിമറിച്ചിരുന്നു. നിശബ്ദത മാത്രം തളം കെട്ടി നിൽക്കുന്ന ആ വലിയ തറവാട്ടു വീട്ടിൽ ഇപ്പോൾ ചിരിയും കുസൃതികളും നിറഞ്ഞു. ജാനകി അമ്മക്ക് അനു വെറും ഒരു ഹോം നേഴ്സ് ആയിരുന്നില്ല, സ്വന്തം മകളേക്കാൾ പ്രിയപ്പെട്ടവളായി അവൾ മാറിയിരുന്നു. അമ്മയുടെ മരുന്നും ഭക്ഷണവും കൃത്യസമയത്ത് നൽകുന്നതിനോടൊപ്പം ഒപ്പം ഇരുന്ന് പഴയ കഥകൾ കേൾക്കാനും അമ്മയെ ചിരിപ്പിക്കാനും അനു എന്നും മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അനുവിന്റെ വലിയ ലക്ഷ്യം ആ കാശിയേട്ടൻ തന്നെയായിരുന്നു. രാവിലെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ വാതിൽ പടിയോളം ഓടിയെത്തി യാത്രയാക്കുന്ന അനു കാശി ഓഫീസിൽ നിന്നും തിരിച്ചെത്തുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായയും പുഞ്ചിരിയുമായി കാത്തു നിൽക്കുന്ന അനു. ആദ്യമൊക്കെ കാശി ഇതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ നടിച്ചെങ്കിലും പതിയെ പതിയെ ആ വീടിന്റെ ഓരോ കോണിലും അവളുടെ സാന്നിധ്യം അവൻ അറിയാൻ തുടങ്ങി. അവളുടെ കൊച്ചു കൊച്ചു കുസൃതികളും അമ്മളി പിണങ്ങി നിൽക്കുമ്പോൾ കാണിക്കുന്ന പാവത്താ മുഖവും കാശിയുടെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരിയായി വിടർന്നു തുടങ്ങി. പലപ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോൾ പോലും ഈ പെണ്ണിന് ഇനി അവിടെ എന്താണാവോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന ചിന്ത അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി.
തന്റെ മനസ്സ് അവളിലേക്ക് പതറുന്നുണ്ടോ എന്ന് കാശിക്ക് പലപ്പോഴും സംശയം തോന്നി. പക്ഷെ ആ നിമിഷം തന്നെ അവൻ സ്വന്തം മനസ്സിനെ പാടുപെട്ട് തടഞ്ഞു. വേണ്ട കാശി, നിന്നെ വിശ്വസിച്ചാണ് ചിന്നു ആ കുട്ടിയെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് ഇവിടെ ജോലിക്ക് വന്നത്. അവളോട് അനാവശ്യമായ ഒരു വികാരവും മനസ്സിൽ വെക്കരുത് എന്ന് അവളോട് അനാവശ്യമായ ഒരു വികാരവും മനസ്സിൽ വളർത്തരുത്. അത് അവളോട് ചെയ്യുന്ന തെറ്റാണ്. അവൻ സ്വയം നിയന്ത്രിച്ചു. മനസ്സിന് ചുറ്റും വീണ്ടും കടുത്ത വേലിക്കെട്ടുകൾ തീർത്തു. എന്നാൽ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. അന്ന് ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയിരുന്നു. തലേന്ന് രാത്രി മുഴുവൻ കനത്ത മഴ പെയ്തത് കൊണ്ടാവാം അന്തരീക്ഷത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ 7 മണിയായിട്ടും അടുക്കളയിൽ നിന്നോ അമ്മയുടെ മുറിയിൽ നിന്നോ പതിവ് പോലെ അനുവിന്റെ ശബ്ദമോ സംസാരമോ കേട്ടില്ല. എപ്പോഴും തുള്ളിച്ചാടി നടക്കുന്നവളെ കാണാതായപ്പോ കാശിയുടെ ഉള്ളിൽ ഒരു ഉത്കണ്ഠ ഉടലെടുത്തു. അവൻ മെല്ലെ ഹാളിലൂടെ നടന്ന് അനു കിടക്കുന്ന ചെറിയ മുറിയുടെ വാതിലിനടുത്തെത്തി. വാതിൽ പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അനു, അവൻ പതുങ്ങിയ ശബ്ദത്തിൽ വിളിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. അവൻ അകത്തേക്ക് കടന്നു നോക്കി. കട്ടിലിൽ പുതപ്പ് തലവഴി മൂടി ചുരുണ്ടുകൂടി കിടക്കുകയാണ് അനു. കാശി അല്പം ആശങ്കയോടെ അടുത്തേക്ക് ചെന്നു. അനു, എഴുന്നേറ്റില്ലേ നീ? സമയം എത്രയെന്നറിയാവോ? കിടക്കയിൽ നിന്നൊരു മൂളൽ മാത്രം കേട്ടു. കാശി പുതപ്പ് മെല്ലെ മാറ്റി നോക്കിയതും ഞെട്ടിപ്പോയി. അനുവിന്റെ ചുണ്ടുകൾ തണുപ്പുകൊണ്ട് വിറക്കുകയായിരുന്നു. മുഖമാകെ ചുവന്നു തുടുത്തിരുന്നു. കണ്ണുകൾ പകുതി അടഞ്ഞ അവസ്ഥയിലാണ്. കാശി വേഗം അവളുടെ നെറ്റിയിൽ കൈവച്ചു നോക്കി. ദൈവമേ, നല്ല പനിയുണ്ടല്ലോ, അവൻ അറിയാതെ പറഞ്ഞുപോയി. അവളുടെ കൈകൾ തൊട്ടു നോക്കിയപ്പോ മഞ്ഞുപോലെ തണുത്തുറഞ്ഞിരിക്കുകയായിരുന്നു. പനിയുടെ വിറയൽ കാരണം അവളുടെ ശരീരമാകെ വിറക്കുന്നുണ്ടായിരുന്നു. എന്തൊരു പനിയായത്? കാശി അവളുടെ കട്ടിലിന്റെ അരികിലിരുന്നു. അവൻ അവളുടെ തണുത്തുടഞ്ഞ കൈകൾ രണ്ടും തന്റെ കൈവെള്ളയിലാക്കി അമർത്തി പിടിച്ചു. അതിനുശേഷം തന്റെ കൈകൾ തമ്മിൽ കൂട്ടിയുരസി ചൂടാക്കി അവളുടെ കവിളുകളിലും നെറ്റിയിലും വെച്ചുകൊടുത്തു. പേടിക്കണ്ട കേട്ടോ, പനി കുറയും, അവൻ ആർദ്രമായി പറഞ്ഞു. അവളുടെ കൈകാലുകൾ തണുത്ത് മരവിക്കുന്നത് കണ്ട് അവൻ സ്വന്തം കൈകൾ കൊണ്ട് അവളുടെ ഉള്ളംകാലുകൾക്കും കൈകൾക്കും മാറി മാറി തിരുമ്മി ചൂടാക്കി നൽകി. പനിയുടെ കാഠിന്യത്തിലും തന്റെ കൈകളിൽ അനുഭവപ്പെടുന്ന ചൂടും കരുതലും അറിഞ്ഞ് അനു പതിയെ കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്നത് തന്റെ കാശിയേട്ടനാണ്. എപ്പോഴും കലിപ്പ് മാത്രം കാണിക്കുന്ന, ആരെയും അടുപ്പിക്കാത്ത ആ കാശിയേട്ടൻ അത്രയും സ്നേഹത്തോടെ കണ്ണുകളിൽ ആദിയോടെ തന്നിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. നിറകണ്ണുകളോടെ പനിയുടെ ക്ഷീണത്തിൽ അവൾ അവനെ തന്നെ നോക്കി കിടന്നു. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? കാശി പതുങ്ങിയ ശബ്ദത്തിൽ കണ്ണുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ ശബ്ദത്തിൽ പണ്ടെങ്ങും ഇല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. കാശിയേട്ടാ, അനു വിറക്കുന്ന ചുണ്ടുകളോടെ വിളിച്ച് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഒന്നും സംസാരിക്കണ്ട, നീ അനങ്ങാതെ കിടക്ക്, ഞാൻ ഇപ്പോ വരാം. കാശി മെല്ലെ എഴുന്നേറ്റു. അവൻ നേരെ അടുക്കളയിലേക്ക് പോയി. തിളച്ച വെള്ളത്തിൽ തുണി മുക്കി പിഴിഞ്ഞു കൊണ്ടുവന്ന് അവളുടെ നെറ്റിയിൽ വിട്ട് വെച്ചു കൊടുത്തു. ജാനകി അമ്മക്ക് കാര്യം മനസ്സിലായപ്പോ അമ്മയും വിഷമത്തോടെ അങ്ങോട്ട് വന്നു. കാശി, മോൾക്ക് നല്ല പനിയുണ്ടല്ലോടാ, നീ ഡോക്ടറെ വിളിക്കണോ? വേണ്ട അമ്മേ, ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. പനിക്കുള്ള മരുന്ന് വീട്ടിലുണ്ട്. കുറച്ച് ചൂടുള്ള കഞ്ഞി കൊടുത്ത ശേഷം മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. കാശി അമ്മയെ ആശ്വസിപ്പിച്ചു. കാശി അനുവിന് വേണ്ടി അരി കഴുകിയിട്ട് ചൂട് ജീരക കഞ്ഞി ഉണ്ടാക്കി പാത്രത്തിലാക്കി മുറിയിലേക്ക് കൊണ്ടുവന്നു. അവൻ അവളുടെ അരികിലിരുന്ന് കഞ്ഞി കോരി പതിയെ ഊതി തണുപ്പിച്ച് അവളുടെ വായോട് അടുപ്പിച്ചു. കഴിക്ക്, കാശി കൽപ്പനാ രൂപത്തിലാണെങ്കിലും സ്നേഹത്തോടെ പറഞ്ഞു. അനു ഒന്നും മിണ്ടാതെ അവൻ കൊടുക്കുന്ന ഓരോ സ്പൂൺ കഞ്ഞിയും കഴിച്ചു. അവളുടെ കണ്ണിൽ നിന്നും കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിയിറങ്ങി. എന്തിനാടി കരയുന്നത്? സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ടോ? കാശി പരിഭ്രമത്തോടെ അവളുടെ കണ്ണീര് സ്വന്തം വിരലുകൾ കൊണ്ട് ഒപ്പിമാറ്റി. അനു ഇല്ല എന്ന് തലയാട്ടി. ആ മുറിയിലെ നിശബ്ദതയിൽ, പുറത്ത് പെയ്യുന്ന മഴയുടെ സംഗീതത്തിനിടയിൽ അവർ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാശിയുടെ ആഴമുള്ള കണ്ണുകളിൽ അവൾ കണ്ടത് തനിക്കായി മാത്രം മാറ്റിവെച്ച വലിയൊരു പ്രണയക്കടലായിരുന്നു. ചിന്നു പറഞ്ഞ പോലെ മനസ്സ് അടക്കി പിടിക്കാൻ അവൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ നിമിഷത്തിൽ അവന്റെ സകല നിയന്ത്രണങ്ങളും തകർന്നു വീണിരുന്നു. അവനും അത് തിരിച്ചറിയുകയായിരുന്നു. ഈ പെൺകുട്ടി തന്റെ ഹൃദയത്തിൽ എത്ര ആഴത്തിലാണ് കുടിയേറിയിരിക്കുന്നതെന്ന്. മരുന്ന് കൊടുത്ത ശേഷം കാശി അവളുടെ തലമുടിയിൽ മെല്ലെ തഴുകി. ഇനി കുറച്ചു നേരം ഉറങ്ങാൻ നോക്ക്, ഞാൻ അടുത്തു തന്നെയുണ്ട്, അവൻ മൃദുവായി പറഞ്ഞു. അനു അവന്റെ കയ്യിൽ കൂടുതൽ മുറുകെ പിടിച്ച് മനസ്സിലാവോളം സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു. അവൻ തന്റെ പ്രണയത്തിൽ പൂർണ്ണമായി അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്ന് അനുവിന് ആ നിമിഷം പൂർണ്ണമായും ബോധ്യമായി.
ആ സംഭവത്തിന് ശേഷം അനുവിന് പനി കുറഞ്ഞെങ്കിലും കാശിയുടെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു പുതിയ കാറ്റ് വീശി തുടങ്ങിയിരുന്നു. എങ്കിലും ചിന്നുവിന്റെ വാക്കുകൾ ഓർത്ത് അവൻ വീണ്ടും ഒരു നിയന്ത്രണം കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. അന്ന് ഉച്ച കഴിഞ്ഞ് കാശിയുടെ ഓഫീസിലെ സീനിയർ മാനേജറായ ശേഖരൻ സാർ ചില പ്രധാനപ്പെട്ട പ്രോജക്ട് ഫയലുകളിൽ ഒപ്പിടുവിക്കാനായി കാശിയുടെ വീട്ടിലേക്ക് വന്നു. ആ, വരൂ ശേഖരൻ സാറേ, ഇരിക്ക്. കാശി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. ഞാൻ ഇപ്പൊ വരാം കേട്ടോ എന്ന് പറഞ്ഞ് കാശി തന്റെ റൂമിലേക്ക് കയറിപ്പോയി. ആ സമയത്താണ് അടുക്കളയിൽ നിന്നും കയ്യിൽ ഒരു ട്രേയിൽ ചൂട് ചായയുമായി അനു ഹാളിലേക്ക് നടന്നു വന്നത്. ശേഖരൻ സാറിന് മുമ്പിലേക്ക് ചായക്കപ്പ് വെച്ചുകൊടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ തിരികെ അടുക്കളയിലേക്ക് നടന്നുപോയി. അവളുടെ മുഖത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാതിരുന്ന ശേഖരൻ സാർ ചായക്കപ്പ് എടുക്കാൻ നേരം അവൾ തിരിഞ്ഞു നടക്കുന്ന നിമിഷത്തിലാണ് അവളുടെ മുഖം വ്യക്തമായി കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് തള്ളിപ്പോയി. കയ്യിലിരുന്ന ചായക്കപ്പ് മേശപ്പുറത്തേക്ക് വെച്ച് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും ഫയലുകളുമായി കാശി മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്താ സാറേ, ചായ കുടിച്ചില്ലേ? കാശി സംശയത്തോടെ ചോദിച്ചു. കാശി, എനിക്കൊരു സംശയം. ഇപ്പൊ ഇവിടെ ചായ കൊണ്ടുവച്ച പെൺകുട്ടി അതാരാണ്? ശേഖരൻ സാർ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. ഓ, അതെന്റെ അമ്മയെ നോക്കാൻ നിർത്തിയിരിക്കുന്ന ഹോം നേഴ്സാണ് സാർ. പാവപ്പെട്ടൊരു കുട്ടിയാ. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടിലായതുകൊണ്ട് എന്റെ കസിൻ വഴി ഇവിടെ ജോലിക്ക് വന്നതാ. കാശി തികച്ചും സാധാരണ മട്ടിൽ തന്നെ പറഞ്ഞു. ഇത് കേട്ടതും ശേഖരൻ സാർ ഉറക്കെ ചിരിച്ചുപോയി. കാശി, നീ എന്തൊക്കെയായി പറയുന്നത്? അത് നമ്മുടെ വിശ്വനാഥ മുതലാളിയുടെ ഒരേ ഒരു മകൾ അനുപമയല്ലേ? കാശിയുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവന്റെ മുഖത്തെ ഭാവങ്ങൾ പെട്ടെന്ന് മാറി. സാറിന് ആള് മാറിയതാവും. അവൾ ഒരു പാവപ്പെട്ട... ഈ കാശി, നീ എന്ത് ഭാവിച്ച ഈ പറയുന്നത്? ശേഖരൻ സാർ കാശിയുടെ വാക്കുകൾ തടഞ്ഞു. ബിസിനസ് സർക്കിളിൽ വിശ്വനാഥൻ സാറിന് അറിയാത്ത ആരുണ്ട്? കഴിഞ്ഞ വർഷം തന്നെ ലയൺസ് ക്ലബിന്റെ വലിയ ഫംഗ്ഷനിൽ വെച്ച് വിശ്വനാഥൻ സാറും ഭാര്യയും ഈ മകളും കൂടി വന്നത് ഞാൻ നേരിട്ട് കണ്ടതാ. അത് വിശ്വനാഥൻ സാറിന്റെ മകൾ അനുപമ തന്നെയാണ്. കോടീശ്വരനായ മനുഷ്യന്റെ മകൾ ഇവിടെ ഹോം നേഴ്സായി നിൽക്കുന്നു എന്ന് പറഞ്ഞാ നീ വിശ്വസിക്കുവോ? നിന്നെ ആരോ നന്നായി വഞ്ചിച്ചിട്ടുണ്ട് കാശി. ഫയലുകളിൽ ഒപ്പിട്ട ശേഷം ശേഖരൻ സാർ യാത്ര പറഞ്ഞു പോകുമ്പോഴും കാശി തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവന്റെ കനത്ത കണ്ണുകളിൽ ദേഷ്യത്തിന്റെ ഒരു വലിയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടു. വിശ്വനാഥൻ മുതലാളി, അന്നാട്ടിലെ ഏറ്റവും പ്രമുഖനായ കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ മകളാണ് തന്റെ മുന്നിൽ പാവപ്പെട്ടവളായി അഭിനയിച്ച് തന്റെ കാലു പിടിച്ചു കരഞ്ഞ് ഇവിടെ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കുന്നത്. താൻ ഇത്രയും നാൾ അനുഭവിച്ച കുറ്റബോധം, അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ട രാത്രികൾ എല്ലാം ഒരു വലിയ നാടകമായിരുന്നു. കാശിയുടെ ഉള്ളിൽ അടക്കാനാവാത്ത ദേഷ്യം ഇരച്ചു കയറി. അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ പാത്രങ്ങൾ കഴുകി വെക്കുകയായിരുന്നു അനു. കാശിയുടെ കാലടി ശബ്ദം കേട്ട് പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവന്റെ മുഖത്തെ കറുത്തിരുണ്ട ഭാവം കണ്ടതും അവളുടെ ഉള്ളിലൊരു ഭയം പടർന്നു. കാശിയേട്ടാ! അനു കാശിയുടെ സിംഹഗർജനം കേട്ട് ആ വലിയ തറവാടൊന്ന് വിറച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ആഞ്ഞെടുത്തു. അനു ഭയന്നൊരടി പിന്നോട്ട് വെച്ചു. ആരാടി നീ? ഉത്തരം പറ, ആരാ നീ? അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് കഠിനമായി മുറുക്കി. കാശിയേട്ടാ, കൈ വേദനിക്കുന്നു, വിട്! അവൾ കണ്ണീരോടെ യാചിച്ചു. സത്യം പറയടി, വിശ്വനാഥ മുതലാളിയുടെ മകൾ അനുപമയല്ലേ നീ? വലിയ തറവാട്ടിലെ കോടികളുടെ ആസ്തിയുള്ള വിശ്വനാഥന്റെ ഒരേ ഒരു മകൾ. എന്നിട്ടാണോടി നീ എന്റെ മുന്നിൽ വന്ന് വീണ് വീട്ടിൽ പട്ടിണിയാണെന്നും പറഞ്ഞ് ഈ തെരുവ് നാടകം കളിച്ചത്? എന്തിനാടി നീ എന്നെ പറ്റിച്ചത്? സത്യം പുറത്തു വന്നെന്നറിഞ്ഞ അനു തകർന്നു പോയി. അവളുടെ നാവിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. കാശിയേട്ടാ, ഞാൻ വിശദീകരിക്കാം. എന്ത് വിശദീകരിക്കാൻ? കാശി അലറി. നിന്റെ ഈ കള്ളത്തരത്തിന് കൂട്ടുകാരെയും കൂട്ടുപിടിച്ചാലും നീ വന്നത്. നിന്റെ പാവ അമ്മയുടെ അസുഖം വെച്ച് കളിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്, ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോകണം. കാശി ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു. അവൻ ഹാളിലേക്ക് വന്ന് ചിന്നുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. ചിന്നു, 5 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തണം. നിന്റെ ഈ കൂട്ടുകാരിയെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവളെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളും. അത്രയും പറഞ്ഞ് കാശി ഫോൺ കട്ടാക്കി. 5 മിനിറ്റിനുള്ളിൽ പേടിച്ചാറുണ്ട് ചിന്നു അവിടെ ഓടിയെത്തി. കാശി ഹാളിൽ പല്ലിറുമ്മി തന്നെ നിൽപ്പുണ്ടായിരുന്നു. അനു തന്റെ ബാഗും എടുത്ത് വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാശിയേട്ടാ, പ്ലീസ്, അനു ചെയ്തത്... ചിന്നു എന്തോ പറയാനാഞ്ഞു. ചിന്നു, നീ ഒരു വാക്ക് പോലും മിണ്ടരുത്. കാശി വിരൽ ചൂണ്ടി. എന്നെ വിശ്വനാഥന്റെ മകൾ പറ്റിച്ചു എന്ന് നാളെ നാട്ടുകാർ പറയാൻ ഇടവരുത്തരുത്. ഇവളെയും കൊണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണം. ഇനി ഈ പടിക്കെട്ട് കയറിപ്പോവരുത്. വേറെ വഴിയൊന്നുമില്ലാതെ കരഞ്ഞു തളർന്ന അനുവിനെയും കൊണ്ട് ചിന്നു അവിടെ നിന്ന് ഇറങ്ങി. പോകുന്നതിനിടയിൽ ചിന്നു കാശിയുടെ മുന്നിൽ വന്ന് ഒന്ന് തറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയേട്ടാ ഇപ്പൊ ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നോർത്തോ,
അവൾ ഈ വേഷം കെട്ടി നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നത് നിങ്ങളെ അത്രത്തോളം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. വലിയൊരു കമ്പനിയിൽ കിട്ടിയ ഇന്റേൺഷിപ്പ് ഉപേക്ഷിച്ചാണ് അവൾ നിങ്ങളുടെ ഈ അടുക്കളപ്പണി ചെയ്യാൻ വന്നത്. അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞ് ഇവിടെ വന്ന് നിന്ന് നിങ്ങളുടെ ചീത്തയും കിട്ട് നിങ്ങളുടെ ഈ മുരടൻ സ്വഭാവം സഹിച്ചത് നിങ്ങളുടെ സ്നേഹം ഒന്നു മാത്രം കിട്ടാനാണ്. ആ സ്നേഹത്തെയാണ് കാശിയേട്ട ഇപ്പോ ചവിട്ടി മെതിച്ചത്. അത്രയും പറഞ്ഞ് ചിന്നു അനുവിനെയും കൂട്ടിപ്പോയി. കാശി തളർച്ചയോടെ ഹാളിലെ കസേരയിലേക്ക് ഇരുന്നു. ചിന്നുവിന്റെ അവസാന വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. വീട്ടിലെത്തിയ അനു ആകെ തളർന്നിരുന്നു. കൊച്ചിയിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് തിരികെ വന്നതാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞെങ്കിലും അനുവിന്റെ മുഖത്തെ വാട്ടവും നിശബ്ദതയും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മിനിറ്റുകൾ മുറിക്കുള്ളിൽ കയറി വാതിലടച്ച് കരയുക എന്നത് മാത്രമായിരുന്നു അനുവിന്റെ ജോലി. കാശിയേട്ടന്റെ കനത്ത കണ്ണുകളും ദേഷ്യത്തോടെയുള്ള ആക്രോശവും അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്നോട് കാണിച്ച ആ ഒരു ചെറിയ കരുതലും പനിച്ചപ്പോൾ തിരുമ്മിത്തന്ന കൈകളുടെ ചൂടും ഓർക്കുമ്പോൾ അവൾക്ക് നെഞ്ചു പൊട്ടുന്നത് പോലെ തോന്നി. ദിവസങ്ങൾ കടന്നുപോയി. അനുവിന് ഭക്ഷണത്തോടോ മറ്റൊന്നിനോടോ താല്പര്യമുണ്ടായിരുന്നില്ല. മകളുടെ ഈ മാറ്റം അച്ഛൻ വിശ്വനാഥനെയും ഭാര്യയെ ഒരുപോലെ വിഷമിപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ വിശ്വനാഥൻ അനുവിന്റെ മുറിയിലേക്ക് നടന്നു വന്നു. അനു കട്ടിലിൽ നിരാശയോടെ കിടക്കുകയായിരുന്നു. മോളെ അനു, അച്ഛൻ ആർദ്രമായി വിളിച്ചു. അനു മെല്ലെ എഴുന്നേറ്റിരുന്നു. മോളെ, അച്ഛനൊരു കാര്യം പറയാനുണ്ട്. നാളെ രാവിലെ നിന്നെ കാണാൻ ചിലർ വരുന്നുണ്ട്. ഇത് കേട്ടതും അനു ഞെട്ടിപ്പോയി. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട അച്ഛാ, പ്ലീസ്. അനു ബഹളം വെക്കാൻ തുടങ്ങി. മോളെ, നീ ഒന്ന് കേൾക്ക്. അച്ഛൻ അവളെ ശാന്തമാക്കാൻ ശ്രമിച്ചു. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തുപോയി. എന്റെ മോൾ വന്ന് അവരുടെ മുന്നിൽ നിൽക്കില്ല എന്ന് പറഞ്ഞ അച്ഛന്റെ വില പോവും. മോളെ അച്ഛൻ നിർബന്ധിക്കില്ല. വന്നവർ പോയി കഴിയുമ്പോ നിനക്ക് ആ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ ഈ കല്യാണം വേണ്ടെന്ന് വെച്ചോളാം. പക്ഷെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ നാളെ അവരുടെ മുന്നിൽ നീ ഒന്ന് വന്ന് നിൽക്കണം. അച്ഛനെ നാണം കെടുത്തരുത് മോളെ. അച്ഛന്റെ ആ യാചനക്ക് മുന്നിൽ അനുവിന് മറുപടിയില്ലായിരുന്നു. തന്റെ അച്ഛന്റെ അന്തസ്സ് കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. അരമനസ്സോടെ അവൾ തലയാട്ടി. അടുത്ത ദിവസം രാവിലെ വീടാകെ വൃത്തിയാക്കി പലഹാരങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അവനൊരു ലളിതമായ സെറ്റ് സാരി എടുത്ത് കണ്ണുകളിലെ കണ്ണീര് മറക്കാൻ ശ്രമിച്ചുകൊണ്ട് മുറിക്കുള്ളിൽ തന്നെ ഇരുന്നു. മനസ്സിൽ നിറയെ കാശിയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു. മറ്റൊരാളുടെ മുന്നിൽ പെണ്ണ് കാണാൻ ചടങ്ങിന് നിൽക്കേണ്ടി വരുന്നല്ലോ ഭഗവാനെ എന്നവൾ മനസ്സിൽ ആലോചിച്ചുപോയി. പെട്ടെന്ന് പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വിശ്വനാഥന്റെ ഭാര്യയും ചേർന്ന് ആഗതരെ സ്വീകരിച്ചു. ഹാളിൽ നിന്നും സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അമ്മ മുറിയിലേക്ക് വന്നു. മോളെ, ചായം കൊണ്ട് ഹാളിലേക്ക് വാ. അനു വിറക്കുന്ന കൈകളോടെ ചായയും എടുത്ത് ഹാളിലേക്ക് നടന്നു. തല താഴ്ത്തിപ്പിടിച്ചാണ് അവൾ നടന്നത്. ഹാളിൽ ഇരിക്കുന്നവരെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അവൾ ഓരോരുത്തർക്കായി ചായ എടുത്തു നൽകി. അവസാനത്തെ ചായക്കപ്പ് നീട്ടുമ്പോൾ അവൾ പതുക്കെ തലയുയർത്തി നോക്കി. കാശിയേട്ടൻ! അനുവിന്റെ കയ്യിലിരുന്ന തളിക താഴെ വീഴാൻ പോയി. അവൾ അമ്പരപ്പോടെ കണ്ണുകൾ തള്ളി കാശിയെ തന്നെ നോക്കി നിന്നു. വെള്ള ഷർട്ടും മുണ്ടുമണിഞ്ഞ് തന്റെ അച്ഛന്റെ അരികിൽ പുഞ്ചിരിയോടെ ഇരിക്കുകയായിരുന്നു ആ വിശ്വാമിത്രൻ. കൂടെ ചിന്നുവും അവളുടെ മാതാപിതാക്കളും പിന്നെ കാശിയുടെ അമ്മ ജാനകിയമ്മയും ഉണ്ടായിരുന്നു. അനുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്ക് മനസ്സിലായില്ല. കാശിയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന വിശ്വനാഥ മുതലാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ, നിനക്ക് ഇവരോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ആ മുറിയിലേക്ക് പോയിക്കോളൂ. കാശി എഴുന്നേറ്റു. അനു ആകെ പരിഭ്രമിച്ച് കാശിയുടെ പിന്നാലെ തന്റെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറിയതും കാശി വാതിൽ അടച്ചു. അനു പേടിയോടെയും അമ്പരപ്പോടെയും മുറിയുടെ മൂലയിലേക്ക് മാറി നിന്നു. അവളുടെ ഹൃദയം പടപട എന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. കാശി പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ആ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമല്ല, മറിച്ച് കവിഞ്ഞൊഴുകുന്ന പ്രണയവും കുസൃതിയുമായിരുന്നു. എന്താടി ഇങ്ങനെ നോക്കുന്നത്? എന്റെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കന്റെ സ്ഥാനത്ത് കണ്ടപ്പോ നീ ഞെട്ടിപ്പോയോ? കാശി കള്ളച്ചിരിയോടെ ചോദിച്ചു. കാശിയേട്ടാ, ഇത് ഇത് എങ്ങനെ? അനുവിന് വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ, നിനക്ക് ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലേ? അച്ഛനോട് വേണ്ടെന്ന് പറയണോ? കാശി അവളുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. കാശിയേട്ടാ, കളിയാക്കല്ലേ. എന്നോട് ദേഷ്യാണെന്നല്ലേ അന്ന് പറഞ്ഞത്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ ഇവിടെ? അനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാശി അവളുടെ തോളുകളിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവൻ സ്വന്തം വിരലുകൾ കൊണ്ട് ഒപ്പി മാറ്റി. നിന്നെ ഇറക്കിവിട്ട അന്ന് രാത്രി ഈ കാശി ഉറങ്ങിയിട്ടില്ല അനു. കാശിയുടെ ശബ്ദം ഇടറി. ചിന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്റെ നെഞ്ചിലാണ് തറച്ചത്. എന്റെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്റെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഒരു ഹോം നേഴ്സായി എന്റെ വീട്ടിൽ പണി ചെയ്ത് ആ പെണ്ണിനോട് എനിക്ക് എങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയും? കാശി അവളുടെ മുഖം തന്റെ കൈകളിൽ കോരിയെടുത്തു.
നീ പോയതിനു ശേഷമാണ് ഈ വീടിന്റെ വെളിച്ചം നീയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്റെ അമ്മക്ക് മകളെ പോലെയും ഈ കാശിക്ക് അവന്റെ ജീവനായി നീ മാറിക്കഴിഞ്ഞിരുന്നു. നീ എന്റെ അച്ഛനോട് കാര്യങ്ങൾ പറയാൻ എനിക്ക് കുറച്ച് സമയം വേണമായിരുന്നു. നിന്റെ അച്ഛനെ കണ്ട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചിന്നു അമ്മയും കൂടിയാണ് ഈ പെണ്ണുകാണൽ നാടകം പ്ലാൻ ചെയ്തത്. ഇത് കേട്ടതും അനുവിന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്റെ വിശ്വാമിത്രന്റെ തപസ് ശരിക്കും ഇളകിയോ? അവൾ അവന്റെ നെഞ്ചിൽ മുഖം അമർത്തി ചോദിച്ചു. ഈ കാശി നിനക്ക് മുന്നിൽ തോറ്റു തന്നിരിക്കുകയാണ് പെണ്ണെ. കാശി അവളുടെ താടിയിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ പതിയെ താഴ്ന്നു അവളുടെ വിറക്കുന്ന ചുണ്ടുകളിൽ ആഴത്തിൽ ഉമ്മ വെച്ചു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രണയത്തിന്റെ മുഴുവൻ ചൂടും ആ ചുംബനത്തിലുണ്ടായിരുന്നു. അനു അവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി ആ പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കാശി അവളെ തന്നിൽ നിന്ന് വേർപെടുത്തി അവളുടെ നെറ്റിയിൽ തലോടി. പക്ഷെ ഒരു കാര്യമുണ്ട് മോളെ, അച്ഛനും അമ്മയ്ക്കും ഒരല്പം ദേഷ്യമുണ്ട്. വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്കാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിറങ്ങിയതിന് നിനക്ക് ചെറിയൊരു വഴക്ക് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കാശി ചിരിയോടെ പറഞ്ഞു. ഓഹ്, അതൊക്കെ ഞാൻ സഹിച്ചോളാം. നിന്റെ കാശിയേട്ടൻ കൂടെ ഉണ്ടല്ലോ. അനു അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. നാടൊട്ടുക്കും അറിയപ്പെടുന്ന വലിയൊരു ആഘോഷമായിട്ടായിരുന്നു കാശിയുടെയും അനുവിന്റെയും വിവാഹം. താലി കെട്ടുന്ന നിമിഷത്തിൽ കാശിയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അനുവിന്റെ മനസ്സിൽ കോളേജ് ഗേറ്റിൽ ബുള്ളറ്റിൽ ഇറങ്ങി വന്ന ആ മുരടൻ കാശിയേട്ടനായിരുന്നു. ഇന്ന് ആ മുരടൻ തന്റെ സ്വന്തമായിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കാശിയുടെ തറവാട്ടു വീട്ടിലേക്ക് അനു വന്നിറങ്ങിയപ്പോ ജാനകിയമ്മ നിലവിളക്കുമായി അവളെ സ്വീകരിച്ചു. പഴയ ഹോം നേഴ്സായല്ല, ഇപ്പോൾ ആ വീടിന്റെ ഐശ്വര്യമുള്ള മരുമകളായി അവൾ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. രാത്രി ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മുറിയിൽ അനു കാശിക്കായി കാത്തിരുന്നു. കയ്യിൽ പാൽ ഗ്ലാസുമായി കയറി വന്ന കാശി വാതിലടച്ച് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ കാമുകന്റെ പ്രണയം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. അവൻ അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം അവളെ കോരിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. പുറത്ത് നിലാവ് പെയ്തിറങ്ങുമ്പോൾ ആ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ പുതിയൊരു വസന്തം വിരിയുകയായിരുന്നു. വിശ്വാമിത്രന്റെ തപസ്സിളക്കിയ ആ കുസൃതിക്കാരി ഒടുവിൽ അവന്റെ ഹൃദയം പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്നു. അവസാനിച്ചു. സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.